ഒരു സൈഡിൽ പിശാച് നോക്കി ചിരിക്കുകയാണ്, വെല്ലുവിളിക്കണം. അപ്പൊ ഞാൻ പറയുകയാണ് ഇങ്ങനെ, എന്തായാലും ഇത് ഞങ്ങളുടെ അവസാനമൊന്നുമല്ല. ഇൻ കേസ് പ്രദീപ് പാസ്റ്റർ മരിച്ചു പോയെന്നിരിക്കട്ടെ, മരിച്ചു പോയാലും പ്രദീപ് പാസ്റ്ററിന്റെ സ്മാരകമായിട്ടെങ്കിലും ഞാൻ അവിടെ മാങ്കാട് ദേശത്ത് ഒരു സഭ പണിയും എന്നുള്ള രീതിയിൽ ഒരു ടോക്കിലേക്ക് എത്തി. അതാണ് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ കാശ് നമ്മൾ വെറുതെ ഇനി ഒരാളിന് കൊണ്ട് കൊടുക്കുന്നേക്കാൾ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് 5 സെന്റ് സ്ഥലം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് വാങ്ങി ഒരു സഭ പണിയാം. ഈ ഒരു സാഹചര്യത്തിലും ചിന്തയെല്ലാം എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതില്ല. ചിലപ്പോൾ ദൈവം ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കണം. എന്താ പറയാ, ഇപ്പം ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആള് സംസാരിക്കുന്നുണ്ട്, പക്ഷേ പറയുന്നതൊന്നും മറ്റൊന്നാണ്, പറയുന്നത് വേറെയാണ്. ഈ പിച്ചുമ്പയും പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കൊണ്ടുവന്നു. ആ കാശ് തന്നപ്പോഴും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടാണിത്. അപ്പൊ പാസ്റ്റർമാർ ആര് വിസിറ്റേഴ്സ് വരുമ്പോ ക്യാഷ് തരും, വേണ്ടെന്ന് പറഞ്ഞാൽ അവർ തന്നിട്ട് പോകും. 500 രൂപ 1000 രൂപയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ നമുക്ക് തരുമായിരുന്നു. ഈ ഓരോ പൈസയും ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ മാറ്റി വെക്കുന്നത് ചർച്ചിന് സ്ഥലം വാങ്ങാനും അവിടെ ആലയം പണിയാനും എന്നുള്ള രീതിയില്ല. പ്രീസിലോട് എല്ലാവർക്കും പിന്നെയും സ്നേഹവന്ദനം. സന്തോഷത്തോടെ വീണ്ടും അത്ഭുതം ഈ ജീവിതം എന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യത്തിന്റെ ഈ പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് ന്യൂസ് TV സമാനതകളില്ലാത്ത ആത്മീക അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈ നല്ല ആത്മീക ഇടത്തിലേക്ക്, ഈ ആരാധന അനുഭവത്തിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പാലോടിനടുത്ത് മാങ്കാട് എന്ന സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി പൈനിയർ വർക്ക് ചെയ്യുന്ന പ്രദീപ് CB, സോണിയ സിസ്റ്റർ എന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക കുടുംബത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ ജീവിതത്തിൽ പ്രദീപ് പാസ്റ്ററുടെ ജീവിതത്തിന്റെ ബാല്യകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവത്തിൽ നിന്നും തുടങ്ങി, എന്നാൽ അവരുടെ ജീവിതത്തെ ഏറ്റവും വല്ലാതെ പിടിച്ചുലച്ച ഒരു അപകടത്തിന്റെ വക്കിലാണ് നമ്മൾ എത്തി നിന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് നിർത്തുമ്പോൾ ഒരു വർക്കേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പ്രദീപ് പാസ്റ്റർക്ക് ഒരു കടുത്ത അപകടമുണ്ടായി എന്ന വാർത്ത തൻ്റെ ഭാര്യ സിസ്റ്റർ സോണിയയുടെ കാതിലെത്തുന്നതും ആ സമയത്ത് തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകളുമാണ് പറഞ്ഞു തുടങ്ങിയത്. അതിന്റെ ബാക്കിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വണക്കം, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ സോണിയ, ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവൻ രാവിലെ വർക്കേഴ്സ് മീറ്റിങ്ങിന് പോയി, എന്നാൽ ഉച്ച കഴിഞ്ഞ് ഒരു യാത്ര തിരിച്ചു വരുന്ന വഴിയിലെ ഒരു അപകടം ഉണ്ടാകുന്നത് ആണ് നമ്മളുടെ ശ്രദ്ധയിൽ പെടുന്നത്. സിസ്റ്റർ ശ്രദ്ധയിൽ ആ ഫോൺ വരികയായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി എങ്ങനെയാണ് പിന്നീടുള്ള ആ നിമിഷങ്ങൾ എന്നൊന്ന് പറയാം പക്ഷേ അന്ന് പപ്പ ഇങ്ങനെ എന്നെ വിളിച്ചു കാര്യം പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ആക്സിഡന്റ് ആയി എന്നുള്ളത്. സാറ് ഒരു കുട്ടിയെ എൻ്റെ കൂടെ വരാനായിട്ട് വിട്ടു. സാറും നമ്മുടെ കോളേജിലെ ഡ്രൈവർ, ഞാൻ, എൻ്റെ കുഞ്ഞു മോളും, ഒരു സിസ്റ്റർ എൻ്റെ കൂടെ, എൻ്റെ കുഞ്ഞിനെയും കൂടെ പിടിക്കാനായിട്ടൊരു കുഞ്ഞ്, ഞങ്ങള് 4 പേരും കൂടെ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ വണ്ടിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ കോളേജ് ഇങ്ങനെ ഗ്രൗണ്ടാണ് ഫ്രണ്ടിൽ. അപ്പൊ വണ്ടി ഇങ്ങനെ ഇറക്കി ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി, ആകാശത്തേക്ക് ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ എൻ്റെ അച്ചാച്ചനെ കാണാൻ പോവാണ്. എൻ്റെ ഈ ലോകത്തിലെ പപ്പ ഞാൻ വിധവയാകാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ മക്കൾ അനാഥരാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അടുത്ത് കരുണ കാണിക്കുമെന്ന് എനിക്കറിയാം. പപ്പ അങ്ങനെ പറയാൻ കാരണം അച്ചാച്ചൻ സംസാരിച്ചില്ല എന്നാണ് പപ്പ പറഞ്ഞത്. എൻ്റെ അടുത്ത് ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഒരു വിഷമം ഉണ്ടായി. അപ്പൊ ഞാൻ അതോ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ വണ്ടി ആദ്യത്തെ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത്, ട്രാഫിക് സിഗ്നൽ വന്നു, വണ്ടി അവിടെ നിർത്തിയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അടുത്തു, ഇനി ഒരു 3-4 കിലോമീറ്റർ, 3 കിലോമീറ്റർ മാക്സിമം, 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിലെത്തും. അവിടെ നിന്നിട്ട് വീണ്ടും ഒന്നുകൂടെ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, അപ്പാ ഞാൻ കുറച്ചുകൂടെ ഉള്ളൂ ഇനി എനിക്ക് അവിടെ എത്താനായിട്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ ബ്രദർ ഉണ്ട്, അവിടുന്ന് ബ്രദറിന്റെ വീട് പണി നടക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ഒരു മേസ്തിരി കൂടെ ഉണ്ട്. അവൻ അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ ആക്സിഡന്റ് ആയെന്നും അദ്ദേഹവും കൂടെ വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഡ്രിപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡ്രിപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ട്രക്ചറിൽ കിടത്തിട്ട് CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഞാൻ എത്തുന്നത്. അച്ഛനെ നോക്കിയപ്പോൾ ദേഹം മുഴുവനും ഛർദിലാണ്. അന്ന് ഫുഡ് കഴിച്ചത് മുഴുവനും ഉണ്ട്. ബ്ലഡ് ദേഹത്ത് മുഴുവനും ബ്ലഡും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അച്ഛൻ
ഒന്ന് തല പൊക്കുന്നു, ഛർദിക്കുന്നു, ജീവനുണ്ട്. പക്ഷേ എന്താ അപ്പോ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹെഡ് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാല് ഒമിറ്റ് ചെയ്യരുത് എന്നുള്ളൊരിത്. അപ്പൊ കൂടെ ഞാൻ അവിടെ എത്തിയ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ പാലോട് സെക്ഷനിലെ പാസ്റ്റർമാര്, കോളേജിലെ അധ്യാപകർ, അവരാരും വീട്ടിൽ പോയില്ല. അന്ന് ക്രിക്കറ്റ് മാച്ച് നടക്കായിരുന്നു കോളേജിന്റെ വക. അപ്പോ അവരെല്ലാവരും ഗ്രൗണ്ടിലുണ്ടെന്ന് അവരെല്ലാം വിളിച്ചറിയിച്ച് അവരെല്ലാവരും അവിടെ എത്തി. ഒരു കൂട്ടം ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അനിയൻ മാറി ഞങ്ങള് ഇങ്ങനെ CT സ്കാൻ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവനും ആ ടെൻഷനില്, കാരണം അവൻ വന്ന് കണ്ടപ്പോ ആദ്യം അവൻ പറഞ്ഞു കുഴപ്പമില്ല അളിയന് വേറെ പ്രശ്നമൊന്നുമില്ല, ഛർദ്ദിക്കുന്നേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അവനിങ്ങനെ അളിയാന്ന് വിളിച്ചിട്ട് തൊട്ട് നോക്കിയിട്ട് അനക്കമില്ല. അളിയാന്ന് പറഞ്ഞ് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ചതും കൈ മുഴുവൻ ബ്ലഡ് ആയി. അപ്പൊ അവനും ശരിക്കും ഷോക്കായി പോയി, എന്താണ് പറ്റിയെന്നുള്ളത് ആകെപ്പാട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഓട്ടോ ആയിരുന്നു സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകാനും. ഈ സമയത്ത് എന്നെ അവിടെ ഒരു ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. എന്റെ കുഞ്ഞുണ്ട്, ആ മോള് കെസിയാന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ഈ കുഞ്ഞിനെ കൂടെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള. അവള് കുഞ്ഞിനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അധ്യാപകരെല്ലാം വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ അടക്കം പറയുന്നുണ്ട്, ഇപ്പോ ഇനി അധികം ഇല്ല എന്നുള്ള രീതിയിൽ. ഡോക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു ലേഡി ഡോക്ടർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരുടെ വൈഫാണല്ലേ, ഒരു കുഞ്ഞേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവരുടെ എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരു ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരായി അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ആ ഒരു ഭൗതികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. പക്ഷെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര ധൈര്യം ആ സമയത്ത് എനിക്ക് ഉണ്ടായി. എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഓടിപ്പോയി അച്ഛനെ പിടിക്കണമെന്നോ എന്ത് പറ്റിയെന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. അങ്ങോട്ട് പോകാനൊന്നും തോന്നുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന സമയത്താണ് തലയ്ക്കാണല്ലോ അടി കിട്ടിയത്. അപ്പൊ ഹെഡ് ഇഞ്ചുറിയാണ്. എന്റെ മാതൃസഭയിലെ പാസ്റ്റർ മോഹൻദാസ് പാസ്റ്റർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ ക്രിട്ടിക്കലാണ് സ്റ്റേജ് എന്നുള്ളതാണ് മോളെ, നമുക്ക് ഇവിടെ ഇട്ടിരുന്ന എങ്ങനെയെന്ന് അറിയത്തില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം. അപ്പൊ ചെറിയ പൈസയൊന്നും കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞത് ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും നമുക്ക് വേണ്ടി വരും. അപ്പൊ ഞാൻ പാസ്റ്റർ അങ്കിളുടെ അടുത്ത് പറയാണ്, പാസ്റ്റർ അങ്കിൾ എനിക്ക് തന്ന ഒരു സ്ഥലവും വീടും ഉണ്ട്, നമുക്കത് വിൽക്കാം, വിറ്റിട്ടാണെങ്കിലും നമുക്കിപ്പോ എന്തായാലും കടം വാങ്ങിയെങ്കിലും ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വിറ്റ് നമുക്ക് ആ കടം തീർക്കാം എന്നുള്ളൊരിത് പറഞ്ഞു. അപ്പൊ കുറച്ചു പേരിങ്ങനെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മുടെ കോളേജിൽ തന്നെ ഒരു സഹായദാസ് സാർ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ വീട്ടിൽ വിളിക്കുന്നത് മഞ്ജു എന്നാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, മഞ്ജു പ്രദീപിനെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടു സാർ എന്നിങ്ങനെ പറഞ്ഞപ്പോ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് എന്നെ സാറും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ അച്ഛനെ കാണിച്ചിരുന്നു. കാരണം ഈ ചർച്ചയൊക്കെ അവിടെ നടക്കുന്നെങ്കിലും അവരുടെ ഉള്ളിലെ ചിന്ത എത്രയും പെട്ടെന്ന് ആള് പോവും. അപ്പൊ ജീവനോടെ ഒരു പ്രാവശ്യമെങ്കിലും കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്നുള്ളൊരു ഇതിലാണ് എന്നെ കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചവിടെ കൊണ്ടിരുത്തി. ആ സമയത്താണ് ഈ ബാക്കിയുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലുള്ള ഒരു കുറെ സ്ട്രഗിള് അത് ഞാനും കൂടി ഷെയർ ചെയ്യാം. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സൈഡിൽ പിശാച് നിന്ന് ചിരിക്കുന്നു, നമ്മള് തീർന്നല്ലോ, നശിച്ചല്ലോ എന്നുള്ളൊരു ഇതില്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ഒരു സൈഡിൽ ഞാൻ കർത്താവിന്റെ അടുത്ത് സംസാരിക്കുന്നു, ഒരു സൈഡിൽ പിശാചിന്റെ അടുത്ത് സംസാരിക്കുന്നു. പിശാചിന്റെ അടുത്ത് ഞാൻ വെല്ലുവിളി നടത്തുന്നുണ്ട്, കർത്താവിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എന്റെ ഉള്ളിൽ കൂടെ ഒരേ സമയം കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പിശാച് ചിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, പിശാച് ഇതൊന്നും തീർന്നതൊന്നും അല്ല, നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇപ്പുറത്ത് ഞാൻ ദൈവത്തോടെ കർത്താവേ, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ ആ ദേശത്തെ വേലയാണ് അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഒരു ഇത്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ദേശത്തെ വേല വിട്ടിട്ട് പോകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ചാൻസ് ആദ്യം കിട്ടിയതാ. അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. അച്ഛൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു. കോളേജിലെ എല്ലാ സാർമാർക്കൊക്കെ ഭയങ്കര സ്നേഹവും നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, വിശ്വസ്തനാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ അവിടെ കോളേജിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു സാറ് വിളിച്ചായിരുന്നു, വരുന്നെങ്കിൽ ഈ സാറ് വർക്ക് ചെയ്യാൻ പോകുന്നത് കോയമ്പത്തൂരുള്ള ഒരു കോളേജിലാണ്, പ്രദീപിന് താല്പര്യം ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കാം, പഠിപ്പിക്കാം, ഹയർ സ്റ്റഡീസ് ചെയ്യാം, വൈഫിന് അവിടെ സ്കൂളിൽ ജോലിയും ചെയ്യാം. അപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾ ഈ മാങ്കാട് ദേശത്ത് വന്നിട്ട് ഒറ്റ ആഴ്ചയായിട്ടുള്ളൂ, ഒറ്റ ദിവസം ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവിടെ വീട് ഞങ്ങള് റെന്റിനെടുത്തു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങക്ക് കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയിട്ട് തിരിച്ചു പോവാന്നുള്ളത് അതൊരു സഹിക്കാൻ പറ്റത്തില്ല, നല്ല ഒരു കാര്യമല്ല. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകും. ഭൗതികം നോക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും എന്നുള്ളൊരു ചിന്ത. അപ്പൊ സാർ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അച്ഛൻ വഴങ്ങുന്നില്ല. എന്റെ അടുത്ത് സംസാരിച്ച് പപ്പയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്,
എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചക്ക് മുമ്പാണ് സാറ് വിളിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ വരുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല, ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് കൊടുത്തുപോയി. അത് കൊടുത്തിട്ട് നമ്മള് കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു പോകുന്നത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരാത്തതെന്ന് സാറിന്റെ അടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു. പക്ഷെ സാറിനത് സങ്കടമായി കാണണം എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ആ ദേശത്ത് വരുന്നത്. ദെൻ അവിടെ ഞങ്ങള് അത് കഴിഞ്ഞ് ആക്സിഡന്റിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ നിന്ന ഒരു ഈ സംഭവം കഴിഞ്ഞ് എത്രാമത്തെ വർഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്? 3 വർഷം കഴിഞ്ഞപ്പോഴോ? ഞങ്ങൾ 2015 ലാസ്റ്റോ 16 ആദ്യമോ ആണ് ഇങ്ങനെ 15 ഒരു ജൂൺ മാസത്തില് കാരണം കോളേജ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെന്ന് എനിക്ക് ആ സമയത്താണ് ഞങ്ങളെ വിളിക്കുന്നത്. അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്താണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം തികഞ്ഞിട്ടില്ല, തികഞ്ഞു 2 വർഷം തികഞ്ഞു. അതെ 2 മാസമായി. ആ സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഈ പിശാചിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയാണ്, പിശാചെ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കാരണം ഈ ശുശ്രൂഷയിൽ ഞങ്ങള് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ തകർക്കാനൊന്നും നീ വിചാരിക്കണ്ട. 2 വർഷത്തിനിടയിൽ അത്യാവശ്യം മാറ്റങ്ങൾ അവിടെ കണ്ടു. അതെ, ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ആ ദേശത്തുള്ള ആൾക്കാര്, എല്ലാവരുടെയും ഒരു പാസ്റ്ററായിട്ട് മാറി, ആളുകൾ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ അവിടെ വളരെ പോസിറ്റീവായി സംഭവിക്കുന്നു എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ അപകട വിഷയം. ആവശ്യക്കാരാണ് അവിടെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ആദ്യത്തെ പ്രാർത്ഥന അവിടെ ഇങ്ങനെ നമ്മൾ ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് പിശാച് നമ്മളെ തകർക്കാനുള്ള ശ്രമം നടത്തി. അതാണ് നമ്മൾ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ അവിടെ ഞങ്ങൾ ആരാധന നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ആരാധന വെക്കുമ്പോൾ ഞങ്ങൾ ആ കോളനിയിൽ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോ ഏകദേശം 30-40 ആൾക്കാരോളം ആ പ്രാർത്ഥനയ്ക്ക് വന്നു ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് പോലും. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഒരു എന്താണ് ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു പ്രാർത്ഥന നല്ല മനുഷ്യർ ഇവിടെ വന്നു, തീർച്ചയായിട്ടും അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാള് കൂട്ടത്തിലുണ്ടെന്നൊരു തോന്നല് നമ്മുടെ കൂടെ വരികയാണ്. അങ്ങനെ അത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളിവിടെ എങ്ങനെ ചർച്ച പണിയാന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ മനസ്സിലായി സ്വപ്നങ്ങളായി നമ്മൾ അങ്ങനെ ഭയങ്കര. പിന്നെ ഞാന് അത് കഴിഞ്ഞിട്ടാണ് ഞാന് പ്രഗ്നന്റ് ആകുന്നത്. അവിടെ പോയതിന് ശേഷമാണ്. ആ സമയത്തൊക്കെ ഒരു ഉപവാസ പ്രാർത്ഥന, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ലോ ലൈൻ പ്ലാസന്റെ ഒക്കെ ആയിരുന്നത് കാരണം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോഴെല്ലാം ഫാസ്റ്റ് വീട്ടിൽ നോക്കി. ലാസ്റ്റ് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഡെലിവറിയുടെ ടൈം ആയപ്പോ ഞാൻ വീട്ടിലേക്ക് പോയായിരുന്നു, എന്റെ വീട്ടില്. ആ സമയത്താണ് നമ്മുടെ സഭാരാധന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനില്ലായിരുന്നു അന്ന്. ആ സഭാരാധന സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഞാനില്ല. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ഇവിടെ തന്നെ, ഞങ്ങൾ ഇനി അങ്ങോട്ട് CSAയിലോ അങ്ങനെ വേറൊന്നും പോലെ ഒരു കുടുംബമേ ഉള്ളൂ CSAയിൽ, ബാക്കിയുള്ള ഹിന്ദുക്കളാണ്. 1-2 പേര് വിശ്വാസികളായിട്ടുള്ള ഒറ്റയ്ക്കായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്ന 1-2 ആന്റിമാരും. അങ്ങനെ വളരെ നമ്മള് സജീവമായി നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ടായി. അപ്പൊ അവിടെ ചെന്നിട്ട് ആ ഒരു പ്രശ്നം. അതെ. അപ്പൊ അന്നേരം പിന്നെ സംഭവിച്ചത് എന്തായിരുന്നു? ഈ പിശാചിന്റെ അടുത്ത് സംസാരിക്കുന്നു, ദൈവത്തോടെ സംസാരിക്കുന്നു. ആ ഒരു ഇൻസിഡന്റിലാണ് ഞാനൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഒരു സൈഡിൽ പിശാച് നോക്കി ചിരിക്കുകയാണ്, വെല്ലുവിളിക്കണം. അപ്പൊ ഞാൻ പറയുകയാണിങ്ങനെ, എന്തായാലും ഇത് ഞങ്ങളുടെ അവസാനമൊന്നുമല്ല. ഇൻ കേസ് പ്രദീപ് പാസ്റ്റർ മരിച്ചു പോയെന്നിരിക്കട്ടെ, മരിച്ചു പോയാലും പ്രദീപ് പാസ്റ്ററിന്റെ സ്മാരകമായിട്ടെങ്കിലും ഞാൻ അവിടെ മാങ്കാട് ദേശത്ത് ഒരു സഭ പണിയും എന്നുള്ള രീതിയിൽ ഒരു ടോക്കിലേക്ക് എത്തി. അത് ഒരു സൈഡിൽ പിശാചിന്റെ അടുത്തുള്ള ഒരു വെല്ലുവിളി, ഇപ്പുറത്തെ സൈഡില് ആ പകൽ അങ്ങനെ കടന്നു പോകുകയാണ്. അതെ, കാണിച്ച ശേഷം അവിടെ വന്ന ചെയറിൽ ഇരുത്തിയത് ആ സമയത്ത് അതെ അതെ ആ സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സ്മാരകമായിട്ടെങ്കിലും ആ ദേശത്ത് ഒരു ചർച്ച ഞങ്ങൾ പണിയും. കാരണം അപ്പോഴൊന്നും അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് യാതൊരു വിധത്തിലുള്ള, പക്ഷെ ഒരു ധൈര്യം എന്തോ ഉള്ളിലുണ്ട്. ഇങ്ങനെ മരിച്ചു പോയാലും 2 ചിന്തയുണ്ടല്ലോ സാർ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നേ. ഒരു സൈഡിൽ തീർന്നു, മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാമെങ്കിൽ തീർന്നു എന്നുള്ള, എന്ന് വെച്ചാൽ ഇല്ല ഇനി തിരിച്ചു വരക്കയില്ല എന്നുള്ളൊരു രീതിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും പിന്നോട്ടില്ല, ഇല്ല ഡിക്ലെയർ ചെയ്തു. അവിടെ തന്നെ പറഞ്ഞു ഇനി ഒരിക്കൽ അവിടെ സ്മാരകമായിട്ടെങ്കിലും ഞങ്ങൾ പണിയും എന്നുള്ള ഒരു കാര്യം അവിടെ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയായി, ഒരു 6 മണിയൊക്കെ ആയപ്പോ എന്നെ അവിടെ നിർത്തുന്നില്ല. മോളെ കൊണ്ട് വീട്ടിൽ പൊയ്ക്കോ, ഞങ്ങള് നോക്കിക്കോളാം, കുഴപ്പമില്ല. അപ്പൊ ഇവരുടെ ഉള്ളിലെ ചിന്ത എത്രയും പെട്ടെന്ന് തന്നെ ആള് പോകും. അപ്പൊ ഇനി ഇവിടെ നിർത്തി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ അങ്ങനെ വീട്ടിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്നത്തെ അവിടുത്തെ ഒരു.
ഞാൻ കോളേജിൽ തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തരായിട്ട് വീട്ടിൽ വന്നു. നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ആശ്വാസ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തർ വരുന്നത്, ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിന് മുന്നേ ഒക്കെ വന്നിട്ട് അങ്ങനെ 1-2 പേരൊക്കെ അവര് പാവം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ വിചാരിച്ചിട്ടല്ലേ എനിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നവരാ. പാസ്റ്റിന് സൗഖ്യം കൊടുക്കണം, സിസ്റ്ററിനെ ബലപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴും ഞാൻ എന്റെ ഉള്ളിൽ ചിന്തിക്കാർത്താവ് ഇനി തിരിച്ചു വരത്തില്ല ചിലപ്പോ എന്ന് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. അപ്പോ രാത്രിയായപ്പോ ഒരു കോൾ വന്നു, ഒരു സ്കാനിങ് കൂടെ ഉണ്ട്. ഇപ്പൊ 2-3 സ്കാനിങ് ഈ സമയത്ത് തന്നെ നടന്നു. അപ്പൊ കള്ളിൽ എന്തോ 5 പൊട്ടലുണ്ട്. ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു സ്കാനിങ് കൂടെ ഉണ്ട്. ആ സ്കാനിങ്ങിൽ അറിയാം ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്കത് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് തീരുമാനിച്ച ഈ 2.5 ലക്ഷം രൂപ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നേക്കാൾ ഓപ്പറേഷൻ ചെയ്യാനായിരുന്നാലും അവിടെയാണ് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ കാശ് നമ്മൾ വെറുതെ ഇനി ഒരാളിന് കൊണ്ട് കൊടുക്കുന്നേക്കാൾ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് 5 സെന്റ് സ്ഥലം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് വാങ്ങി ഒരു സഭ പണിയാം. ഈ ഒരു സാഹചര്യത്തിലും ചിന്തയെല്ലാം എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതില്ല. ചിലപ്പോൾ ദൈവം ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കണം. അപ്പോഴും അച്ഛൻ തിരിച്ചു വരുമായിരിക്കും, വരില്ല. ഏതായാലും മാങ്കാട് ദേശത്തൊരു സഭ വരണമെന്നുള്ളത് അച്ഛന്റെ ഭയങ്കര സ്വപ്നമാണ്. എപ്പോഴും നമ്മൾ സംസാരിച്ചാലും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, സഭയെ കുറിച്ചാണ്. അപ്പൊ അന്ന് രാത്രി ഞാൻ അവിടെ ഇല്ല, പിറ്റേന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ഒരു 2:30 വെളുപ്പിന് 2:30 കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷൻ വേറെ തീരുമാനം എടുത്തെന്ന് പറഞ്ഞത് എന്തുവരുന്ന അത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. രണ്ടാമതൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞില്ലേ? അതാണ് സഭ പണി, സഭയ്ക്ക് സ്ഥലം വാങ്ങുമെന്നുള്ളത്. ഈ 2.5 ലക്ഷം രൂപ നമുക്ക് വെറുതെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കണ്ട, ഓപ്പറേഷൻ ഇല്ലാതെ ഒരു വിടുതല് കിട്ടുവാണെങ്കിൽ, ഓപ്പറേഷൻ ഇല്ലാതെ അച്ഛന് സ്കള്ളിൽ പൊട്ടലുള്ളത് കൊണ്ട് ഇനി ഒരു സ്കാനിങ് കൂടെ ഉണ്ട്. ആ സ്കാനിങ്ങിൽ ചിലപ്പോൾ അറിയാൻ പറ്റും ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു സർജറി വേണമെങ്കിൽ നമ്മൾ ഈ പൈസ എല്ലാം മുടക്കേണ്ടി വരും. ഇൻ കേസ് ആ സർജറി ഇല്ലാതെ ദൈവം വിടുവിക്കുകയാണെങ്കിൽ ആ കാശ് കൊടുത്ത് 5 സെന്റ് സ്ഥലം മാങ്കാട് ദേശത്ത് വാങ്ങാം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ തീരുമാനം. അതെ, അന്ന് ഒരു 2:30-3 മണിയോടെ അടുപ്പിച്ചാണ് ആ സ്കാനിങ് കഴിഞ്ഞു. ദൈവകൃപയാല് സർജറി വേണ്ട എന്നുള്ള ഒരു കാര്യം അവിടെ ഡോക്ടേഴ്സിൽ നിന്ന് കേൾക്കാനിടയായി. അതെ, സർജറി ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് ഏറ്റവും വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും ഇത് മരണത്തിന്റെ വഴിയാണെന്ന് വിധി എഴുതി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നോട് തോളോട് തോൾ ചേർന്ന് നിന്ന ദൈവം കൊടുത്ത സ്ഥലത്ത് സജീവമായി ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സോണിയ സിസ്റ്റർ എടുത്ത ആ ഉജ്ജ്വലമായിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു സൈഡിൽ പിശാച് നമ്മളോട് വെല്ലുവിളിക്കുന്നു, മറ്റൊരു സൈഡിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അതിനിർണായകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ ചിലപ്പോൾ നമുക്ക് പലർക്കും പല ഘട്ടങ്ങളിലും കടന്നു പോകേണ്ടി വന്നേക്കാം. സോണിയ സിസ്റ്റർ എടുത്ത ഒരു തീരുമാനം നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു കിട്ടിയാലും തിരിച്ചു കിട്ടിയില്ലെങ്കിലും മാങ്കാട് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെങ്കിലും ഒരു ദൈവാലയം പണിയും എന്നുള്ള ഒരു ഉറപ്പ് സാത്താന് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സാത്താൻ ഒരിക്കലും അവിടെ ജയം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള കടുത്ത ഒരു വെല്ലുവിളിയും ഒരു തീരുമാനവുമായിരുന്നു. ഒരുപക്ഷെ വിശ്വാസ യാത്രക്കിടയിൽ ചില നിർണായക ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു ജീവിതാനുഭവം തന്നെയാണത് എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള വിഷയമാണ്. എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അവർക്ക് മാങ്കാട് എന്ന സ്ഥലം എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന് 1 രൂപ പോലും കൊടുത്ത് ഒരു ഓപ്പറേഷൻ വിധേയപ്പെടുത്താതെ ദൈവം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിനുവേണ്ടി ചിലവാക്കേണ്ടുന്ന മുഴുവൻ പണവും എടുത്താൽ ആ സ്ഥലത്ത് ദൈവത്തിന്റെ ആലയം പണിയാനുള്ള വസ്തു വാങ്ങാൻ ആ പണം മതിയാകും എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള തീരുമാനവും താൻ പ്രഖ്യാപിക്കുകയാണ്. ഒരേ ദിവസത്തിന്റെ ഇടയിൽ, എത്ര ശോധന നിറഞ്ഞ ജീവിതത്തിന്റെ ഇടയിലും വിശ്വാസത്തിന്റെ തീഷ്ണത എത്ര വലുതാണ് എന്ന് സോണിയ സിസ്റ്റർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോണിയ സിസ്റ്ററിനോടൊപ്പം പിന്നെയും യാത്ര തുടരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ രാത്രിയിൽ എൻ്റെ ബ്രദറാണ് അച്ഛൻ്റെ കൂടെ ഇരുന്നത്. എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അളിയനും ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വരുമ്പോൾ വിസിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ എന്തായെന്ന് കാണാൻ വേണ്ടി. അപ്പൊ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മുഴുവൻ ഇംഗ്ലീഷിലാ, മലയാളം ഒന്നും പറയുന്നില്ല.
അപ്പോ എനിക്ക് കോളേജിന്റെ കാര്യങ്ങളാ കൂടുതൽ വേണം. കുട്ടികൾക്ക് എക്സാം ആയി, പോർഷൻ തീർന്നിട്ടില്ല, അപ്പൊ എനിക്കിങ്ങനെ കോളേജിൽ പോകണം, ക്ലാസ്സിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞങ്ങളൊക്കെ ആദ്യം കളിയാക്കി, അപ്പൊ ഇച്ചിരി വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് ബോധം ഇല്ലാതെ പറയുന്നെന്നുള്ള ഒരു അൺകോൺഷ്യസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക്, എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയാ, ഇപ്പം ബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആള് സംസാരിക്കുന്നുണ്ട്, പക്ഷേ പറയുന്നതൊന്നും മറ്റൊന്നാണ്, പറയുന്നത് വേറെയാണ്. ഈ പിച്ചിമ്പയും പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. പിന്നെ അങ്ങോട്ട് ദിവസങ്ങളെല്ലാം ലോകത്തല്ല, അല്ല അല്ല മറ്റൊരു ലോകത്ത്, അതെ, ഓറിയന്റേഷൻ ഇല്ല, അതാണ് വാസ്തവം. ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടിട്ട് പുള്ളി ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാള് വന്നു കഴിഞ്ഞാല് അവരപ്പൊ ആദ്യം ഫസ്റ്റ് വാർഡിലാണ് കിടത്തിയത്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന് വാർഡ്, എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളെല്ലാരും വെളിയിൽ ഇറങ്ങിയാൽ മാത്രമേ ഞങ്ങൾ ഈ പേഷ്യന്റ് നോക്കില്ല. കാരണം അത്രമാത്രം ആൾക്കാര്, കാരണം പാലോട് സെക്ഷനിലേക്ക് മറക്കാൻ പറ്റുന്ന ദേവദാസന്മാരെല്ലാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാരും അവിടെ കടന്നു വന്നു അച്ഛനെ നോക്കാൻ വേണ്ടി. കോളേജിലുള്ള എല്ലാ അധ്യാപകരും, അറിയുന്ന ആൾക്കാര് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും വിചാരിച്ചത് ഇല്ല എന്നുള്ള രീതിയിലാണ്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു അന്ന്. പിന്നെ ഇങ്ങോട്ട് മാറ്റിയപ്പോ ചെറിയൊരു പ്രതീക്ഷ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം. കാരണം അച്ഛന്റെ സ്കളില് പൊട്ടിയിട്ട് ബ്രെയിനകത്തുള്ള ഒരു ഫ്ലൂയിഡ് ചെവിയിലൂടെ ഇങ്ങനെ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡോക്ടേഴ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പേഷ്യന്റിന്റെ എത്രത്തോളം ക്യൂർ ആവുമെന്നുള്ളതിൽ സംശയം ഉണ്ടാക്കിയത്. മെനഞ്ചൈറ്റിസ് ഒക്കെ ആവാനായിട്ട് സാധ്യത കൂടുതലാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ അവർ പറഞ്ഞത്. അതാണ് വിസിറ്റേഴ്സിനെ ഒക്കെ ഒഴിവാക്കണമെന്ന് അന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഹൈ കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റിലേക്ക് മാറ്റി. ആരെയും കയറ്റാതെ ഈ കുറച്ച് പേഷ്യൻസിനെ മാത്രം ആക്കിയിരിക്കുന്ന ഒരു ഇന്റൻസീവ് അല്ല, ഹൈ കെയർ യൂണിറ്റ് അങ്ങനെ ഒരു യൂണിറ്റിലേക്ക്, ഒരു ചെറിയൊരു റൂം, അതെ, കൂടിയ ശ്രദ്ധ വേണ്ട, അങ്ങനെ മാറ്റിയായിരുന്നു. അപ്പൊ അവിടെയും എന്നെ ഇരുത്തും, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മ ആരെങ്കിലും ഒരാൾക്ക് കൂടെ ഇരിക്കാം, ആളിന്റെ കൂടെ ഇരിക്കാം. അപ്പൊ ഈ സമയത്തെല്ലാം, അതിനു മുന്നേ ഇപ്പുറത്ത് കിടന്ന സമയത്ത് വന്ന ആൾക്കാരുടെ അടുത്തെല്ലാം അച്ഛൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പൂർണ്ണമായിട്ടും ആ ആക്സിഡന്റിന്റെ സമയം മുതല് ഇപ്പൊ പോലും അതെന്താണെന്നോ അന്ന് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ ആ സമയത്ത് ഓറിയന്റേഷൻ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. സാറാണ് വരുന്നതെങ്കിൽ സാറിന്റെ പേര് പറയും, ആ സാറെ അങ്ങനെ ചോദിക്കും, മിണ്ടും, സാറാണെന്ന് അറിയാം. പക്ഷേ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ വന്നത്, നേരത്തെ വന്നത് ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല, അന്ന് വന്ന ആരെയും ഇന്നും അറിയത്തില്ല, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ലാതെ ആരെയും ഓർമ്മയില്ല. പക്ഷെ ആ സമയത്ത് അവരോട് സംസാരിക്കും. ഈ ദിവസങ്ങളെല്ലാം 12 ദിവസം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഈ 12 ദിവസം എന്ന് പറയുന്നത് 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. സ്ട്രോസിഡ് പ്ലസും ലെവിപിൽ എന്ന് പറഞ്ഞ 2 ഇഞ്ചക്ഷൻ ആണ് ആന്റിബയോട്ടിക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത്. ആന്റിബയോട്ടിക് അല്ല, ഇത് ഈ ബ്രെയിൻ ഒന്ന് ശരിയാവാൻ വേണ്ടി കൊടുത്തോണ്ടിരുന്ന ആ മെഡിസിൻസ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ മുതല് വരുന്ന ഡോക്ടേഴ്സിനോടൊക്കെ പറയും, എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്കൊരു ചർച്ച് ഉണ്ട്, എനിക്കൊരു കോളേജ് ഉണ്ട്, ഞാൻ ഒരു അധ്യാപകനാണ്, എനിക്ക് പോണം, എന്നെ ഇവിടെ നിർത്തിയിരിക്കരുത്. എന്നിട്ട് എന്റെ അടുത്ത് വഴക്കിടും, നിന്റെ പപ്പയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്, എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയത് എന്ന് പറഞ്ഞിട്ട്. കാരണം പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല, നമ്മളാരോ പിടിച്ച് ബലമായിട്ട് പുള്ളിനെ അവിടെ കിടത്തിയിരിക്കുന്നു എന്നുള്ളൊരിതായി. അത് പിന്നെ ഈ വീട്ടിൽ വന്നിട്ടൊക്കെ പിന്നെ അത് ഞങ്ങളിങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകുമെന്ന് പോലും അതൊക്കെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പോ അച്ഛൻ ഒരു വിധത്തിൽ അംഗീകരിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല. വരുന്ന ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ വീട്ടിൽ വിടണം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം 12ാമത്തെ ദിവസം എത്തിയപ്പോ ഞങ്ങളുടെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സെക്ഷനിലെ പാസ്റ്റർ, അന്ന് ഞങ്ങളുടെ പ്രസ്ബിറ്ററി ഇപ്പോഴത്തെ മേഖലാ ഡയറക്ടർ സനൽ പാസ്റ്റർ ആണ്. സനൽ പാസ്റ്ററിന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ പാസ്റ്റേഴ്സും കൂടെ ചേർന്ന് ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അച്ഛന് വേണ്ടിയിട്ടൊക്കെ സെക്ഷനിൽ നടത്തി. അന്ന് ഞങ്ങളുടെ അഭാവത്തില് ആരാധന നടത്താൻ വേണ്ടിയിട്ട് പാസ്റ്റേഴ്സിനെയൊക്കെ വിടാനൊക്കെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ പോയിട്ട് ആ വേല അവിടെ നിലനിർത്തി. അന്ന് നമ്മള് ചിതറിപ്പോവാൻ, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ചിതറിപ്പോകേണ്ട ഒരു സാഹചര്യം അവർ ഒഴിവാക്കി തന്നു. അവിടെ നിന്നു ആൾക്കാരൊക്കെ. പിന്നെ അവിടുത്തെ ആന്റിമാരുടെ പ്രാർത്ഥന, പാസ്റ്ററിനെ എവിടെ നിന്ന് കൊണ്ടുപോയെങ്കിൽ ദൈവം ഇവിടെ തന്നെ കൊണ്ടുവരണേ എന്നുള്ള രീതിയിലുള്ള അവരുടെ പ്രാർത്ഥന, ഇതെല്ലാം പാസ്റ്ററിനൊരു കോട്ടയായിരുന്നു. ദൈവത്തിന്റെ കരത്തിനുള്ളിൽ ദൈവം സൂക്ഷിക്കാൻ അതൊക്കെ ഒരു വലിയൊരു കാര്യമായി തീർന്നു. അത് കഴിഞ്ഞിട്ട്
ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സമയം വന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അന്ന് നമ്മുടെ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ അവിടെ നിന്ന് കുറച്ച് എമൗണ്ട് പിരിച്ചു കൊണ്ടുവന്നു. ആ കാശ് തന്നപ്പോഴും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടാണിത്. അപ്പൊ പാസ്റ്റർമാർ ആര് വിസിറ്റേഴ്സ് വരുമ്പോ ക്യാഷ് തരും, വേണ്ടെന്ന് പറഞ്ഞാൽ അവർ തന്നിട്ട് പോകും. 500 രൂപ 1000 രൂപയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ നമുക്ക് തരുമായിരുന്നു. ഈ ഓരോ പൈസയും ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ മാറ്റി വെക്കുന്നത് ചർച്ചിന് സ്ഥലം വാങ്ങാനും അവിടെ ആലയം പണിയാനും എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അന്ന് മുഴുവനും ആ ദേശത്ത് ആ ഒരു ചർച്ച് എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ. ഈ ഒരു അവസ്ഥയൊന്നും നമ്മുടെ മനസ്സിലേ ഇല്ല. ഇങ്ങനെ ഒരു അത്യാപത്തിലാണ് അല്ലെങ്കിൽ ഇതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. അവിടെ മുഴുവനും നമുക്കുള്ളത് ഇതാണ്. അച്ഛന് ഇഞ്ചക്ഷൻ എടുക്കുക. അന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്ത് അച്ഛൻ ഒരു വിധത്തിൽ കിടക്കത്തില്ല, എന്നെ അടുത്തിരിക്കാൻ സമ്മതിക്കത്തില്ല. നീ പോയി ചോദിക്കും ഡോക്ടറെ അടുത്ത്, എന്നെ എപ്പോ വിടുമെന്ന് ചോദിക്കുക. എനിക്ക് അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ അവിടെ ഇരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കാൻ വേണ്ടി വരുന്നതാണ്, ഒന്നും പറയണ്ട, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് പൊക്കോളാന്ന് പറയുമ്പോൾ ഡോക്ടർ സാരയില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെന്നെ വിടും. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം അച്ഛന് കാണാം ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്നത്. എന്റെ അടുത്ത് ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു അച്ഛാ ഒരു 2 ദിവസവും കൂടെ ഇവിടെ കിടക്കണമെന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ വിടും, കുഴപ്പമില്ല, പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ പോണം. അങ്ങനെ ഭയങ്കര വാശി. 12 ദിവസത്തിനിടയിലാണ് ഈ സംഭവങ്ങൾ. 12 ദിവസത്തിനിടയിൽ ഈ 12ാമത്തെ ദിവസം വന്നപ്പോഴാണ് ഈ പാസ്റ്റർമാരെല്ലാം കൂടെ ഈ ക്യാഷ് ഒക്കെ പിരിച്ച് കൊണ്ടുവന്നത്. അവര് കൊണ്ടുവന്ന് തരുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ നേഴ്സ് വന്ന് നിൽക്കുകയാണ്. ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല, എനിക്ക് ഇഞ്ചക്ഷന്റെ ആവശ്യമില്ല, എന്നെ ഇനി ഒന്നും ചെയ്യരുത്, എനിക്ക് വീട്ടിൽ വിട്ടാൽ മതി, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പറയാൻ എന്നെ വീട്ടിൽ വിടാൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. കൈയും പിടിച്ചിട്ട് നന്നായിട്ട് അവർ ശ്രമിച്ചു. അവസാനം അവര് പേഷ്യന്റ് വില്ലിങ് അല്ല എന്നുള്ള രീതിയിൽ എഴുതുന്നത്. അന്നേരം വന്ന പാസ്റ്റർമാര്, നമ്മുടെ സനൽ പാസ്റ്ററും ആ പാസ്റ്ററിന്റെ കൂടെ തന്നെ കുറെ പേര് വന്നു. അവരെല്ലാം നന്നായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സില് ദേഷ്യമുണ്ട്. കാരണം ഇത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. എന്നിട്ട് വീണ്ടും അഹങ്കാരം പറയുന്ന പോലെയാണ് എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. അന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മള് ആരും മനസ്സിലാക്കുന്നില്ല അച്ഛന്റെ അവസ്ഥ എന്താണ്. ഈ ഓറിയന്റേഷൻ ഇല്ല, നമ്മൾ പുറമേ ഉള്ളത് മാത്രം നമ്മൾ കാണുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴെല്ലാം നമുക്ക് ദേഷ്യമാണ്, ഇത്രയും നേരം പറഞ്ഞിട്ട് എന്തിങ്ങനെ മനസ്സിലാക്കുന്നില്ല ഇദ്ദേഹം എന്നുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ ഡിസ്ചാർജ് ദിവസങ്ങളിലൊക്കെ ആൾ ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. ഓർമ്മ എന്നുള്ളതല്ല, മറ്റൊരു നോർമൽ മനുഷ്യനല്ല, അല്ല, ശാരീരികമായി ഒരു പക്ഷേ സൗഖ്യത്തിലേക്ക് വന്നെങ്കിലും ശാരീരികമായിട്ട് കാണുമ്പോ അദ്ദേഹം കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്. ചിന്തകളെയും മറ്റും ഇത് വല്ലാതെ ചിന്ത ഓർമ്മശക്തി പോയി, ഓർമ്മ ആ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ മറന്നുപോയി. എന്നിട്ട് ഓറിയന്റേഷൻ ഇപ്പൊ അറ്റ് പ്രസന്റ് ആള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം കാണുന്ന കാര്യങ്ങളെല്ലാം ശ്രമിച്ചിട്ടും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത്, ചെറിയ പ്രായം കൂടെയാണ്. അതെ. അപ്പൊ ഭയങ്കര നമ്മുടെ ആ ടെമ്പർ പോവും. അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു, വല്ലാത്തൊരു ഇമോഷണലായിരുന്നു സാഹചര്യത്തിലൂടെ നമ്മള് ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ 8 മണിക്കുള്ള അത്ഭുതമേ ജീവിതം എന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ പരമ്പരയുടെ പ്രദീപ് പാസ്റ്ററുടെയും സോണിയ സിസ്റ്ററുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക് നമുക്ക് ദൈവ മനുഷ്യരുടെ അത്ഭുതകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കേൾപ്പാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇടയായിത്തീരും. ദയവായിട്ട് നിങ്ങൾ ഗുഡ് ന്യൂസ് TV-യിലൂടെ ചൊവ്വാഴ്ച രാത്രി സഞ്ചരിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളെ അതിനെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളാണ് സോണിയ സിസ്റ്റർ നമ്മളോട് പറയാനിടയായി തീർന്നത്. തൻ്റെ നിറഞ്ഞ കണ്ണുകളും വിങ്ങുന്ന ആ വാക്കുകളുമൊക്കെ നമ്മൾക്ക് ആ ജീവിതത്തിൻ്റെ ദിവസങ്ങളുടെ ആഴം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അനുഭവിച്ച ആ വർഷങ്ങളൊക്കെ പിന്നിട്ടിട്ടും ഇന്നും ആ വേദന മനസ്സിൽ ഓർമ്മയായിട്ട് കടന്നു വരുമ്പോൾ എത്രമാത്രം വിങ്ങലുണ്ടാക്കുന്നു എന്നുള്ളതാണ് തൻ്റെ കണ്ണ് നിറയുകയും വിങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ ആ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലെല്ലാം ദൈവം കൈപിടിച്ച് നടത്തിയത് എങ്ങനെ എന്നുള്ളത് നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിലെ കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. സത്യമായിട്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീക കുടുംബം ദൈവം അയക്കുന്ന ഏറ്റവും ചെറിയ പരിസരത്തിൽ പോലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമ്മൾ കേട്ട് മുന്നോട്ട് പോകാൻ ഇടയായിത്തീരുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയുടെ പ്രതിജ്ഞ എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എൻ്റെ ഭർത്താവിനെ ജീവനോട് തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച മാങ്കാട് ഞങ്ങളുടെ തന്നെയാണ്. അവിടെ ഞങ്ങൾ ആ ദൈവദാസിന്റെ ഓർമ്മയ്ക്കായിട്ടാണെങ്കിൽ പോലും ഒരു ദൈവാലയം പണിയും എന്നുള്ള ഉറച്ച തീരുമാനം ഓരോ ഭക്തരുടെയും മനസ്സിൽ എത്ര പുത്തൻ തീരുമാനങ്ങളിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് ഒരു അത്ഭുത സൗഖ്യം, ഓപ്പറേഷൻ ഇല്ലാതെ ഒരു വിടുതൽ തന്നാൽ
ഓപ്പറേഷന് വേണ്ടി ചെലവാകുന്ന തുക മുഴുവൻ ഉപയോഗിച്ച് ആ ദേശത്ത് ആലയത്തിന് വേണ്ടുന്ന വസ്തു സ്വന്തമാക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയും എത്രയോ ശ്രേഷ്ഠമാണ്. അതിനിർണായകമായ ഘട്ടത്തിൽ വേദനയുടെ നീർച്ചുഴിയിൽ നിൽക്കുമ്പോൾ പോലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തോടെ നയപ്രഖ്യാപനങ്ങൾ നടത്തുവാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ടുള്ള വഴിയിലൂടെ നടത്തും. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവുകളാണ് നമ്മൾ കേട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ യാത്ര തുടരുകയാണ്. ചൊവ്വാഴ്ച രാത്രികളിൽ നിങ്ങൾ ഈ യാത്ര നമ്മൾ തുടർന്നു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ പിന്നെയും നമ്മൾക്ക് കേൾക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.